الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുറാഹിമായ അള്ളാഹുവേ, ഞങ്ങളുടെ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങൾ എല്ലാവരും നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വന്നു. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായിരിക്കുന്ന റബീഉൽ അവ്വൽ മാസം കടന്നു വന്നാൽ ഏതൊരു മുഅ്മിൻ്റെ ഖൽബിലും ഹൃദയത്തിൽ ആ ഒരു സന്തോഷം ഏതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ ഖൽബിലുണ്ടാകും. കാരണം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജനിച്ച ആ ഭൂമിയിലേക്ക് പിറന്നു വന്ന ആ ഒരു മാസമാണ് റബീഉൽ അവ്വൽ മാസം. ഇന്നും പരിശുദ്ധമായ മക്കയിൽ പോയാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ സ്ഥലം ഇന്നും മക്കയിൽ കാണാൻ കഴിയും. ഇന്നും മക്കയിൽ പോയാൽ റസൂലുള്ളാഹിനെ പെറ്റ ആ സ്ഥലം ഇന്നും നമുക്കവിടെ പോയാൽ കാണാൻ കഴിയും. കാരണം അത് ഒരു മക്തബയായിട്ട്, ഒരു ഖുതുബ്ഖാനയായിട്ട് ഇന്നും അവിടെ നിലനിന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ പരിശുദ്ധമായ മക്കയിൽ എത്തിയാൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സ്ഥലം എവിടെയാണ് എന്ന് എത്ര ദൂരം റൂമാണെങ്കിലും ഈമാനുള്ളവൻ ആ സ്ഥലത്ത് വരും. ഇന്നും നമുക്ക് കാണാൻ കഴിയും. ബാബുൽ മർവയുടെ പുറത്ത് വന്നാൽ ആ ജബൽ ഖുബൈസിന്റെ താഴ്ഭാഗത്ത് ഇന്നും വലിയ ഒരു കുത്തുബ്ഖാനയായിട്ട്, ഒരു ബിൽഡിംഗ് ആയിട്ട് ഹബീബായ മുത്തുനബിന്റെ പോലെ ഇന്നും കാണാൻ കഴിയും. അതേപോലെ മറുഭാഗത്ത് ചരിത്രങ്ങൾ പറയും പോലെ അബൂജഹലിന്റെ പുര, അത് കക്കൂസായിട്ട്, ഒരു ടോയ്ലറ്റായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ടോയ്ലറ്റായിട്ട്, കക്കൂസായിട്ട്, ബാത്റൂമായിട്ട് ഉപയോഗം ആയിക്കൊണ്ടുള്ള. അതേ സമയത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോര എത്രയോ ഹദീസിന്റെയും ഫിഖഹിന്റെയും തഫ്സീറിന്റെയും ഗ്രന്ഥങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ്. അള്ളാഹു നമുക്ക് കാണാനും അവിടെ വെച്ച് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നുള്ള സ്വലാത്ത് പറയാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തേ ഈ പരിശുദ്ധമായ മാസത്തിനിക്ക് ബഹുമാനമുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തേ സന്തോഷിക്കണം? അത് ഖുർആനാണ് പറയുന്നത്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. ഖുൽ, ഉമ്മത്തികൾക്ക് പറഞ്ഞു കൊടുക്കണം, സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കണം, ബിഫദ്ലില്ലാഹി, അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട്, അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, വബിറഹ്മതിഹി, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട്, ഫബിദാലിക ഫൽയഫ്റഹു, അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും സന്തോഷിക്കട്ടെ. ഏതാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിലേക്ക് തന്നെ അള്ളാഹു റഹ്മത്തായിട്ട്, അനുഗ്രഹമായിട്ട്, ഫദ്ലായിട്ട് അയച്ച ഒരാളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്തിൻ്റെ എല്ലാ ബാക്കിയാണ് ഞങ്ങളെല്ലാം. ഏത് ഫദ്ലും ഏത് റഹ്മത്തും ഏത് നിഅമത്തും എന്ത് സൗകര്യം കിട്ടുന്നെങ്കിലും അത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ആ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം വരാണ്ട് എങ്ങനെയിരിക്കും? ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച കാരണം കൊണ്ടല്ലേ ഞങ്ങൾ അല്ലാഹു പടച്ചത്, ഈ ലോകത്തെ അല്ലാഹു പടച്ചത്.
കാബ ഷരീഫിനെ പടച്ചത്, മലക്കുകളെ പടച്ചത് ആ ഹബീബായ മുത്തുനബിന്റെ കാരണം കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം തുടർന്ന് നമുക്ക് എന്താക്കും വരും. അതേപോലെ എന്തിനാണ് റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരിക്കണം, സ്വലാത്തിന്റെ മജ്ലിസ് എന്തിനാണ് ഇരിക്കണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ലാഭമുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് എത്രയോ എത്രയോ ഖുർആനായത്തും ഹദീസിലും ചരിത്രത്തിലും നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഹു മർറ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ബൈത്തി ആമിർ അൽ അംസാരി. ഒരു ദിവസം റസൂലുള്ളാഹിന്റെ കൂടെ എനിക്ക് ആമിർ അൻസാരി റളിയല്ലാഹുവിന്റെ ഔത്ത് പോകുന്നൊക്കെ സാധ്യമായിട്ട്. ആരെ കൂടെ? ഹബീബായ മുത്തുനബിന്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ അൻസ്വാരിയായ ആമിർ റളിയല്ലാഹുവിന്റെ ഔത്തുക്ക് നക്ക് പോക സാധ്യമായിട്ട് ഞൊരു അബൂദർദാ റളിയല്ലാഹു അൻഹു പോകുമ്പോ വകാന യുഅല്ലിമു, ബഹുമാനപ്പെട്ട ആമിർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ആർക്ക്? എന്തിന് പഠിപ്പാടി കൊടുക്കൂലേ? വഖാഇയ വിലാദത്തിഹി ലി അബ്നാഇഹി വ അശീറത്തിഹി, റസൂലുള്ളാഹിന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ആ ദിവസത്തിനെ കുറിച്ച്, റസൂലുള്ളാഹിനെ എങ്ങനെയാണ് ഹമീന ഉമ്മ ഗർഭം ചുമന്നത്, അപ്പോഴുള്ള അത്ഭുതങ്ങളെ കുറിച്ച്, റസൂലുള്ളാഹിന്റെ പെറ്റ ദിവസത്തിന്റെ അത്ഭുതത്തിനെ കുറിച്ച്. സാധാരണ മനുഷ്യന്മാർ പ്രസവിക്കുമ്പോൾ അല്ലല്ലോ മുത്തുനബിയെ പ്രസവിച്ചത്. ആ വിഷയത്തിനെ കുറിച്ച് തൻ്റെ മക്കൾക്ക്, അബ്നാഇഹി തൻ്റെ മക്കൾക്കും, വഅശീറത്തിഹി തൻ്റെ കുടുംബങ്ങൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, പാടിക്കൊടുക്കുകയാണ്, ഓതിക്കൊടുക്കുകയാണ്, പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വയഖൂലു, അദ്ദേഹം പറയുന്നു, ഹാദൽ യൗം ഹാദൽ യൗം, ഈ റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ ദിവസം, അല്ലെങ്കിൽ ഈ മാസം അത് ഇന്ന മാസമാണ്. ഓരോ 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 റസൂലുള്ളാഹിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കടന്നു പോകുന്നത്. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ഇന്നല്ലാഹ ഫതഹ അബ്വാബർ റഹ്മ. ഇതിങ്ങനെ ചൊല്ലണ്ടാ ചൊന്നല്ല, ഇതിങ്ങനെ ചൊല്ലുക തീറാൻ എൻ്റെ ബഹുമാനം ചൊല്ലണ്ടാ ചൊന്നല്ല. ഇന്നല്ലാഹ ഫതഹ അബ്വാബർ റഹ്മ, അല്ലാഹു തആല റഹ്മത്തിന്റെ വാതിലുകൾ നിനക്ക് തുറന്നു തന്നു എന്നാണ് മുത്തുനബി പറഞ്ഞത്. അതേപോലെ റസൂലുള്ളാഹിന്റെ എളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ്. ബഹുമാനപ്പെട്ട റിവായത്ത് ചെയ്യുന്നു, ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് ഹബീബായ മുത്തുനബി വന്നു. ഞാൻ എൻ്റെ മക്കൾക്ക് റസൂലുള്ളാഹിന്റെ മൗലിദിനെ വേറൊന്നും അല്ല, റസൂലുള്ളാഹിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഖുർആൻ ആയത്തും ഹദീസും ചരിത്രവും പറഞ്ഞു കൊടുക്കുകയാണ്. ആ വന്ന സമയത്ത് മുത്തുനബി പറഞ്ഞു, ഹല്ലത്ത് ലക്കും ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് നിനക്ക് നിർബന്ധമായി. അപ്പൊ ഈ മജ്ലിസ് ഇതന്നെ ഇപ്പൊ ഞങ്ങൾ ചൊല്ല ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി, അതേപോലെ സ്വലാത്ത്, ഈ ബഹുമാനത്തെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുക്കും. മുത്തുനബി പറഞ്ഞു, വജബത്ത് ഹല്ലത്ത് ലക്കും ഷഫാഅത്തി, എൻ്റെ ഷഫാഅത്ത് നിനക്ക് ഹലാലായി, നിനക്ക് നിർബന്ധമായി. ആ മജ്ലിസാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ പള്ളിയും ജാവും പോളും ഉച്ചക്കും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, പറയിലും വീട്ടിലുമെല്ലാം. കാരണം അത് സന്തോഷത്തിന്റെ ഒരു ഭാഗമാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഫി കിതാബിഹിൽ വസാഇലി ഫി ശർഇ സമാഇൽ മുഹമ്മദിയ്യ എന്ന കിതാബിൽ പറയുന്നു, മാ മിൻ ബൈത്തിൻ ഔ മസ്ജിദിൻ ഔ മഹല്ലത്തിൻ, ഏതൊരു പൊരയില് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയില്, ഏതെങ്കിലും ഒരു മഹല്ലത്തില്, ഏതെങ്കിലും ഒരു റായത്തില്, അല്ല അങ്ങനെ ചൊല്ലേ, മാ മിൻ ബൈത്തിൻ, ഏതെങ്കിലും ഒരു ഔത്തില്, ഔ മസ്ജിദിൻ ഏതെങ്കിലും ഒരു പള്ളിയില്, ഔ മഹല്ലത്തിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടില്, ഖുരിഅ ഫീഹി മൗലിദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നാട്ടിലോ ആ പള്ളിയിലോ ആ പരയിലോ റസൂലുള്ളാഹിന്റെ മൗലിദ്, റസൂലുള്ളാഹിന്റെ മഹത്വം ഇങ്ങനെ ഓതപ്പെടുകയാണ്, ചൊല്ലിക്കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ, ഇല്ലാ ഹഫത്തിൽ മലായികത്തു ബി അഹ്ലി ദാലിക്കൽ മക്കാനി വഅമ്മഹുമുല്ലാഹു ബിൽ ബറക, അല്ലാഹു തആല റഹ്മത്തിന്റെ മലക്കുകളെ കൊണ്ട് ആ മജ്ലിസിനെ അല്ലാഹു നിറക്കും. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികകൾ ആ മജ്ലിസിലേക്ക് വരും. അതേപോലെ അമ്മഹുമുല്ലാഹു ബിൽ ബറക, ബറക്കത്ത് കൊണ്ട് ആ നാട്ടിനെ, ആ പള്ളിനെ, ആ ഔത്തിനെ അല്ലാഹു നിറക്കും. അപ്പോ റസൂലുള്ളാഹിന്റെ മൗലിദിന്റെ മജ്ലിസ് മാസം വരുമ്പോൾ നാം സന്തോഷിക്കണം.
ആ റസൂലുള്ളാന്റെ മഹത്വം പറയണം. ആ റസൂലുള്ളാന്റെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു ലൈറ്റ് ഇടുകയാണെങ്കിലും അത് റസൂലുള്ളാന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. ആ റസൂലുള്ളാന്റെ സ്നേഹത്തിന്റെ ഒരു ഭാഗത്തിൽ ഞങ്ങൾ ഒരു അത്തറിട്ട് പള്ളിക്ക് പോവുകയാണെങ്കിൽ അത് റസൂലുള്ളാന്റെ സുന്നത്തിന്റെ ഒരു ഭാഗമാണ്. ആ റസൂലുള്ളാന്റെ മഹത്വം കൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകമായിട്ട് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത് റസൂലുള്ളാന്റെ സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇത് നിസാരമായി കാണുന്ന ആരാണ്? റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ആ മഹത്വത്തെ കുറിച്ച് അറിവില്ലാത്തവരാണ്. അത് ഇസ്രാഫാണ്, അത് പാടില്ല എന്ന് പറയുന്നത്. കാരണം അതിനൊക്കെല്ലാം തെളിവ് ഖുർആനാണ്. അള്ളാഹു നമുക്ക് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ മഹത്വങ്ങൾ പാടാനും പാടിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ മക്കളെ ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ എന്തെല്ലാം ആഘോഷങ്ങൾ നടത്തുന്നു, എന്തെല്ലാം ചെയ്യുന്നു. അതേ സമയത്ത് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചുകൂടാ? എന്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഞങ്ങൾ ഓദിപ്പിച്ചുകൂടാ? ഞങ്ങൾക്ക് ഓതിക്കൂടാ? ഓതണം. അത് റസൂലുള്ളാഹിന്റെ സ്നേഹത്തിനൊരു ഭാഗമാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് എപ്പോഴും ചൊല്ലണം. അത് എല്ലാ നാളും ചൊല്ലണം. എല്ലാ തിങ്കളാഴ്ചയും സുന്നത്ത് നോക്കാൻ കഴിവുള്ളവർക്ക് നോക്കണം. അന്നും സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ചും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ അത് കൂടുതൽ ചൊല്ലണം. അത് സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ റസൂലുള്ള സന്തോഷിക്കല്. ഞങ്ങൾ ഈ മജ്‌ലിസ് കണ്ടിട്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നത് കേൾക്കുമ്പോൾ ആ മുത്തുനബിന്റെ ഹൃദയത്തിൽ എന്തൊരു സന്തോഷമുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യത്തെ ക്ലാസ് റസൂലുള്ളാഹിന്റെ നൂറിനെ കുറിച്ചിട്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രകാശത്തെ കുറിച്ചിട്ടാവണം. അതല്ലേ ഖുർആൻ പറഞ്ഞത്? ഖദ് ജാഅകും മിനല്ലാഹി നൂർ. സൂറത്തുൽ മാഇദയിൽ നോക്കിയാൽ ഈ ആയത്തിന്റെ തുടക്കം കാണാൻ കഴിയും. ഖദ് ജാഅകും മിനല്ലാഹി നൂർ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് വന്നിരിക്കുന്നു അള്ളാഹുവിട്ട് നൂറുൻ, പ്രകാശം വന്നിരിക്കുന്നു. നൂറ് വന്നിരിക്കുന്നു. ആ നൂറ് ഏതാണ്? അത് സയ്യിദുനാ റസൂലുള്ളാഹി. യഹൂദികളും നസാറാക്കളും അക്രമങ്ങളും അനീതികൾ നടത്തുമ്പോൾ ആ യഹൂദികളോട് പറഞ്ഞു, ഖദ് ജാഅകും നൂറും മിനല്ലാഹ്, അള്ളാഹുവിട്ട് നിങ്ങൾക്ക് പ്രകാശം വന്നിട്ടുണ്ട്. അത് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ ഹബീബായ മുത്തുനബി പറഞ്ഞത്? അന മിനല്ലാഹ്, ഞാൻ അള്ളാഹുവിൽ നിന്നിട്ടാണ്. മുത്തുനബി പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ നിന്നിട്ടാണ്. വൽ മുഅ്മിനൂന മിന്നീ, എല്ലാ മുഅ്മിനീങ്ങളും എന്നിൽ നിന്നിട്ടാണ്. ഞാൻ അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ഞാൻ അള്ളാഹുവിൻ്റെ നൂറാണ്. എൻ്റെ പ്രകാശത്തിൽ നിന്നിട്ടാണ് എല്ലാ മുഅ്മിനീങ്ങളെയും എല്ലാവരെയും അള്ളാഹു സൃഷ്ടിച്ചത്, പടച്ചത്. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഹദീസാണ്. ഹബീബായ മുത്തുനബി പറഞ്ഞു, ലോകത്ത് ആദ്യമായിട്ട് അള്ളാഹു പഠിച്ച ആരെയാണ്? ഞങ്ങൾ പറയും ആദം നബി അലൈഹി ഇസ്ലാം, അല്ലേ? ആദം നബി അലൈഹി ഇസ്ലാമിനെ ശരീരം കൊണ്ട് ആദം നബി അലൈഹി ഇസ്ലാമിനെ പഠിച്ചെങ്കിലും പ്രകാശം കൊണ്ട് ആദ്യമായിട്ട് അള്ളാഹു തആല പഠിച്ചത് ഹബീബുനാ റസൂലുള്ളാഹി. ശരീരം കൊണ്ട്, ഈ ബോഡി കൊണ്ട് ആദ്യമായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് ആദം നബി അലൈഹി ഇസ്ലാമിനെയാണ്. അതേ സമയത്ത് അല്ലാഹു തആല ആദ്യം പടച്ചത് നൂറാകുന്ന ഹബീബായ മുത്തുനബിന്റെ പ്രകാശത്തെയാണ്. അതല്ലേ മുത്തുനബി പറഞ്ഞത്? അവ്വലു മാ ഖലഖല്ലാഹു നൂരി. അല്ലാഹു തആല ആദ്യമായിട്ട് പടച്ചത് എൻ്റെ പ്രകാശത്തിനെയാണ്, എൻ്റെ നൂറിനെയാണ്, എൻ്റെ പ്രകാശത്തിനെയാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ദിവസം ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബിയുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല ഖബ്ല അൽ അശ്യാ. ഹബീബായ മുത്തുനബി, യാ റസൂലല്ലാഹ്, അഖ്ബിർനി, എനിക്ക് പഠിപ്പിച്ചു തന്നു, എനിക്ക് അറിയിച്ചു തന്നു. അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹ്, ആദ്യമായിട്ട് അള്ളാഹു പഠിച്ചത് എന്തിനെയാണ്? ഖബ്ലൽ അശ്യാഇ, എല്ലാ വസ്തുക്കളെ ഉണ്ടാക്കുന്നതിന് മുമ്പ്, എല്ലാ വസ്തുക്കളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആദ്യം പഠിച്ചത് എന്തിനെയാണ് എന്ന് എനിക്ക് പറഞ്ഞു തരണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ മറുപടി നാളത്തെ ക്ലാസ്.